ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ വിവാദം കനക്കുകയാണ് കേരളത്തിൽ. വിഷയം രാഷ്ട്രീയമായും വർഗീയമായും മുതലെടുപ്പുകൾക്ക് വിധേയമാകുകയാണ്. അതേസമയം പുറത്തു കേട്ടതൊന്നുമല്ല യാഥാർത്ഥ്യം എന്നതാണ് വസ്തുത. ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത് മതപരിവർത്തന സംഭവത്തിൻ്റെ പേരിൽ 2 കന്യാസ്ത്രീകൾ അറസ്റ്റിലായതാണ് ഇപ്പോഴത്തെ വിവാദ വിഷയം. നിറം പിടിപ്പിച്ച നിരവധി കഥകളാണ് ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിന്നും പുറത്തു വരുന്നത്. ഈ കഥകൾക്കപ്പുറം എന്താണ് വാസ്തവം? അത് പരിശോധിക്കുകയാണ് ജനം TV സംഘം. ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 2 മലയാളി കന്യാസ്ത്രീകളെ 3 പെൺകുട്ടികൾക്കൊപ്പം പോലീസ് കസ്റ്റഡിയിലെടുത്തതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. മാവോയിസ്റ്റ് സ്വാധീന മേഖലയായ നാരായൺപൂരിലെ അബുജ്മാദ് ഗ്രാമത്തിൽ നിന്നുള്ള ആദിവാസി പെൺകുട്ടികളെ ജോലി വാഗ്ദാനം നൽകി ആഗ്രയിലേക്ക് കൊണ്ടുപോകാനായിരുന്നു പദ്ധതി. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പരസ്പര വിരുദ്ധമായ മറുപടികൾ നൽകിയതോടെ സംശയം ഇരട്ടിച്ചു. സെൻസിറ്റീവ് മേഖലയായ ബസ്തറിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ ജോലിക്ക് കൊണ്ടുപോകുമ്പോൾ അധികൃതരെ അറിയിച്ചില്ല എന്നതിനൊപ്പം കൈവശം ഉണ്ടാകേണ്ട ഒരു രേഖ പോലും ഇവരുടെ പക്കൽ ഉണ്ടായിരുന്നുമില്ല. യാത്രയ്ക്ക് പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ സമ്മതമുണ്ടെന്ന് കന്യാസ്ത്രീകൾ വാദിക്കവേ തന്റെ സമ്മതമില്ലാതെയാണ് യാത്രയെന്ന് പെൺകുട്ടികളിൽ ഒരാൾ പോലീസിന് മൊഴിയും നൽകി. പിന്നാലെ പ്രീതി മേരി, വന്ദന ഫ്രാൻസിസ്, ഒപ്പം ഒരു ദല്ലാളും അറസ്റ്റിലായി. हमको बोले कि आगरा में खाना मतलब कि सिस्टर मन के लिए खाना बनाना है, तो आप लोग मतलब कि ऐसे ऐसे करना करके बताए हमको। कौन बताए? मतलब पहले के जो दीदी मन गए थे उन्होंने रिटर्न वापस आए, वो दीदी मन हमको बताए, तो हम लोग फिर ठीक है एक बार जाके देखेंगे करके बोले। तो फिर बाद में फिर बोले कि मतलब मेरे को बोले कि कुकड़ी जुड़ के 2 लड़की मन का हो गया है करके, तो ठीक है करके दान जगाने के लिए गढ़बंगल गई थी। उसके बाद वहाँ से फिर फ़ोन किए कि आपके नाम से मतलब कि मेरे नाम ने और एक दीदी का नाम सुखमती है, उनके नाम से टिकट बुकिंग हुआ है, आप आओगे क्या करके। तो मैं बोली मेरे हाथ में पैसा नहीं है करके। तो फिर ना बोले कि हम लोग पैसा दे देंगे करके बोले, तो ठीक है करके हम लोग आ रहे। കസ്റ്റഡിയിലെ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ മതപരിവർത്തന ലക്ഷ്യത്തോടെയുള്ള മനുഷ്യക്കടത്ത് ബോധ്യപ്പെട്ടതോടെ കന്യാസ്ത്രീകളുടെ മേൽ BNS 143 പ്രകാരമുള്ള മനുഷ്യക്കടത്ത് കുറ്റവും 1968 നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമപ്രകാരമുള്ള വകുപ്പും ചുമത്തി. പെൺകുട്ടികളെ കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോടെ ആഗ്രയിൽ നിന്നും ഇൻഡോറിൽ നിന്നും എത്തിയതാണ് 2 കന്യാസ്ത്രീകൾ എന്ന് പോലീസ് കണ്ടെത്തി. പെൺകുട്ടികൾക്കായുള്ള ടിക്കറ്റ് അടക്കം ഇവരുടെ കൈവശമായിരുന്നു എന്നതും മനുഷ്യക്കടത്ത് സംശയാതീതമായി ഉറപ്പിച്ചു. ഇതിനെല്ലാം അപ്പുറം പെൺകുട്ടിയുടെ മൊഴി കൂടിയായതോടെ മജിസ്ട്രേറ്റ് കന്യാസ്ത്രീകളെ റിമാൻഡ് ചെയ്തു. കോടതിയിൽ ആർഗ്യുമെൻ്റ് കേട്ടു. നൺസിൻ്റെ പക്ഷത്തുള്ള വക്കീൽമാർ അപ്പിയറായി. കോടതി പറയുന്നത് സെക്ഷൻ 273 സെക്ഷൻ അത് NIA കോർട്ടിൽ പോകേണ്ടതാണ്. സ്പെഷ്യൽ കോർട്ട് ഓഫ് NIAക്ക് ഇതിന് ജുറിഡിക്ഷൻ ഉള്ളതുകൊണ്ട് ജുറിഡിക്ഷനിൽ ബേസിൽ ഇത് കാര്യം ചെയ്തു. സാഹചര്യ തെളിവുകൾ, സാക്ഷിമൊഴികൾ, രേഖകൾ എന്നിവ പരിശോധിച്ചാൽ കേസിന്റെ കിടപ്പ് അത്ര പന്തിയല്ലെന്ന് മനസ്സിലാകും. കന്യാസ്ത്രീകളെ രക്ഷിക്കാനെന്ന പേരിൽ ഛത്തീസ്ഗഡിൽ അരങ്ങേറുന്ന നാടകം അവരുടെ മോചനത്തെ തന്നെ ബാധിക്കും. നിയമത്തിന്റെ വഴിക്ക് പോകുന്നതാണ് നല്ലത്. മതപരിവർത്തനവും മനുഷ്യക്കടത്തും കൈയോടെ പിടിക്കപ്പെട്ടതോടെ ഹിന്ദു സംഘടനകളും ആദിവാസി സമൂഹവും കടുത്ത നടപടികൾക്ക് ഛത്തീസ്ഗഡ് സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തി. മതപരിവർത്തനം കൊണ്ട് പൊറുതിമുട്ടിയ സർക്കാർ കടുത്ത നടപടിയിലേക്കും നീങ്ങി. ഛത്തീസ്ഗഡ് സർക്കാരിൽ നിന്നും ഇളവ് ലഭിക്കില്ലെന്ന് വന്നതോടെ സഭ സമ്മർദ്ദതന്ത്രം പുറത്തെടുത്തു. തുടർന്ന്
വിഷയം ഏറ്റെടുത്ത രാഷ്ട്രീയ പാർട്ടികൾ നിരനിരയായി ഛത്തീസ്ഗഡിലേക്ക് എത്തി. ഏത് മഠത്തിലും ഞങ്ങൾക്ക് എത്രയോ നാളുകളായി കോൺവെന്റുകളുമായി ബന്ധപ്പെടുന്ന കോൺവെന്റുകളിൽ അവിടുത്തെ ആളുകളെ കൊണ്ടുപോകുന്നതും അവരുമായി സംസാരിക്കുന്നതും ഒക്കെ സിസ്റ്റേഴ്സാണ്. സിസ്റ്റേഴ്സ് നിയോഗിക്കപ്പെട്ടവരാണ്. സിസ്റ്റേഴ്സിൻ്റെ കൂടെ പുരുഷന്മാർ യാത്ര ചെയ്യാറില്ല. അത് അവരുടെ ഒരു വിശ്വാസം, അവരുടെ കൺവിക്ഷനുമാണ്. അതുകൊണ്ട് സിസ്റ്റേഴ്സ് പോയത് ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇത് മാത്രമല്ല, ഇപ്പം നിങ്ങൾക്കറിയാം, മലയാളം നാട്ടിൽ നടക്കുന്ന ഏത് കാര്യത്തിലും സിസ്റ്റേഴ്സ്, അച്ഛന്മാർ പോലും അവരുടെ കൂടെ പോകാറില്ല. അതെല്ലാം സിസ്റ്റേഴ്സിൻ്റെ അധികാരമാണ്. സിസ്റ്റേഴ്സ് അത് വളരെ കാര്യക്ഷമമായി ചെയ്യുന്നവരാണ്. അതുകൊണ്ട് സിസ്റ്റേഴ്സ് എന്തുകൊണ്ട് വന്നു എന്ന ചോദ്യം അപ്രസക്തമാണ്. സിസ്റ്റേഴ്സിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചവർ അപ്രസക്തമാണ്. അവർ ചെയ്തിരിക്കുന്നത് വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെയാണ്. പ്രായപൂർത്തി വന്നിട്ടുണ്ട്, അവരുടെ കയ്യിൽ ഐഡന്റിറ്റി കാർഡുണ്ട്, അവരുടെ രക്ഷകർത്താക്കളുടെ സമ്മതമുണ്ട്, അവരുടെ കുട്ടികളുടെ സമ്മതമുണ്ട്. തൊട്ടാൽ പൊള്ളുമെന്ന് ഉറപ്പുള്ള വിഷയത്തിൽ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് ഇതുവരെയും തിരിഞ്ഞുപോലും നോക്കിയില്ല. നടന്നതിന്റെ യാഥാർത്ഥ്യം അറിയാവുന്ന ഛത്തീസ്ഗഡിലെ ക്രൈസ്തവ സഭയും കമാന്ന് മിണ്ടിയിട്ടില്ല. എന്നാൽ ഒരു വശത്ത് കേസിൽ ജാമ്യം സുഗമമാക്കാൻ പിൻവാതിൽ ചർച്ചകൾ നടക്കുമ്പോൾ വൈകാരിക പ്രസ്താവനകളും വെല്ലുവിളികളുമായി കേരളത്തിലെ മതപുരോഹിതന്മാരും വിവിധ മുന്നണികളും കളം നിറഞ്ഞു. ജാമ്യത്തിന് സഹായിക്കാമെന്ന് ഛത്തീസ്ഗഡ് സർക്കാർ അറിയിച്ചെങ്കിലും കേസ് തന്നെ റദ്ദാക്കണമെന്ന് സഭയും പുരോഹിതരും കട്ടായം പറഞ്ഞു. കേരളത്തിൽ നിന്നുള്ള മിഷണറിമാരുടെ മതപരിവർത്തനം കൊണ്ട് പൊറുതിമുട്ടിയ ഛത്തീസ്ഗഡിലെ ഹിന്ദു ആദിവാസി വിഭാഗങ്ങൾ തെരുവിലിറങ്ങിയതോടെ കേസിൽ നിലപാട് കടുപ്പിക്കേണ്ട ഗതികേടിലായി ഛത്തീസ്ഗഡ് സർക്കാർ. നിലവിൽ നിസ്സാരമായി പരിഹരിക്കേണ്ട കേസ് NIA കോടതിയിൽ എത്തി നിൽക്കുകയാണ്. NIAക്ക് കേസ് ഏറ്റെടുക്കുന്നതിനുള്ള എല്ലാ വഴിയും ഒരുങ്ങിക്കഴിയുകയും ചെയ്തു. NIA വരുന്ന പക്ഷം സംഭവം ഒരു കേസിൽ മാത്രം ഒതുങ്ങില്ല എന്നതും ഉറപ്പ്. ക്രൈസ്തവ സഭയും രാഷ്ട്രീയക്കാരും കളിച്ച് കളി കാര്യമായ മട്ടാണ്. ഇരു കൂട്ടരുടെയും ഭീഷണിയും സമ്മർദ്ദവും ചിലവാകുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. മതപരിവർത്തനമെന്ന അഗ്നിപർവ്വതം ഛത്തീസ്ഗഡിൽ പൊട്ടിത്തെറിയുടെ വക്കിലാണ്. ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിന്നും ക്യാമറമാൻ ഉണ്ണി കെ വാര്യർക്കൊപ്പം S. ശ്രീകാന്ത്, ജനം.